3p ഇൻറ്റു -25pq ഇൻറ്റു 2q. ഇവിടെ ഒരു നെഗറ്റീവ് ടേമിന്റെ കൂടെ ഒരു നെഗറ്റീവ് ടേം മൾട്ടിപ്ലൈ ചെയ്തേക്കുന്നു, അതിന്റെ കൂടെ ഒരു പോസിറ്റീവ് ടേം മൾട്ടിപ്ലൈ ചെയ്തേക്കുന്നു. അപ്പോൾ ഒരു നെഗറ്റീവ് ടേമിന്റെ കൂടെ ഒരു നെഗറ്റീവ് ടേം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് ആൻസർ ആണ് കിട്ടുക. ആ പോസിറ്റീവ് ആൻസറിന്റെ കൂടെ ഒരു പോസിറ്റീവ് ടേം മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഫൈനൽ ആൻസർ എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ ഇതിന്റെ ഫൈനൽ ആൻസർ പോസിറ്റീവ് ആണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി ഇത് മൂന്നും കൂടെ എന്ത് ചെയ്താൽ മതി? അങ്ങ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇനി നമ്മൾ സൈനെ പറ്റി ബോദർ ചെയ്യണ്ട, നമ്മൾ നോർമലി മൾട്ടിപ്ലൈ ചെയ്താൽ മതി. കാരണം ഫൈനൽ ആൻസർ പോസിറ്റീവ് ആണെന്ന് നമുക്കറിയാം. അപ്പൊ ഇവിടെ ഞാൻ ആദ്യം മൾട്ടിപ്ലൈ ചെയ്യാൻ പോകുന്നത് കോൺസ്റ്റന്റ് ആയിട്ടുള്ള നമ്പേഴ്സ് ആണ്. അതായത് 3, 25, 2. അപ്പൊ 3 × 25 ചെയ്യുമ്പോൾ 75 എന്ന് കിട്ടും. 75ന്റെ ഡബിൾ 75 × 2 150 ആണ്. അപ്പൊ 150. ഇനി പി എല്ലാം കൂടെ മൾട്ടിപ്ലൈ ആണ്. അപ്പൊ പി × പി പി സ്ക്വയർ പി സ്ക്വയർ. ഇനി ക്യൂ മൾട്ടിപ്ലൈ ആണ്. അപ്പൊ ക്യൂ × ക്യൂ ക്യൂ സ്ക്വയർ. അപ്പൊ നമ്മുടെ ഫൈനൽ ആൻസർ 150 പി സ്ക്വയർ × ക്യൂ സ്ക്വയർ. ഓപ്ഷൻ സി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യന്റെ ആൻസർ നിങ്ങൾ കമന്റ് ചെയ്യാം.